നല്ല അഹങ്കാരം, നല്ല ഈഗോ, ഇതെല്ലാം ഉള്ള ഒരാളാണ് ഞാൻ. എന്നാലും ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള മനുഷ്യനാണ്. പിന്നെ ഇതുപോലെ വലിയൊരു കുളമുള്ള ആളാണ്. കുടുംബം കുളം തോണ്ടുന്ന ഒരാളെന്ന് പറഞ്ഞാൽ അത് ഞാൻ. ക്യാമറാമാൻ, ജീവിതം ഒരു കാര്യമൊന്നുമില്ല, ജീവിതത്തിൽ വലിയ അർത്ഥവുമില്ല. ജീവിതം വലിയ കാര്യമാണെന്ന് കരുതി ജീവിക്കുന്ന പല തെണ്ടുകളുമുണ്ട്. ഒരു കാര്യമില്ല, ജീവിതം ഫടാന്ന് പറഞ്ഞു പോകും. നമ്മുടെ കൂട്ട് 10,000 കോടി ആൾക്കാർ ജീവിച്ച സ്ഥലമാണ് നമ്മുടെ ഭൂമി. നമ്മളേതാണ്ട് ഉണ്ടാക്കി വെക്കുമെന്ന് പറഞ്ഞ് ചിന്തിക്കുന്നതിൽ ഒരു കാര്യമില്ല. നിസ്സാരമായി ജീവിച്ച് നിസ്സാരമായി മരിക്കുക, അതാണ് സാരം. അതാണ് ജീവിതത്തിന്റെ സാരം. നിസ്സാരതയാണ് സാരം. അന്നേരം നമ്മള് കുളച്ചാണെങ്കിൽ കുളച്ചാടുക, പിന്നെ ഏത് തോന്നിയ ദിവസം കാണിക്കുക. നാളെ നമ്മൾ മരിച്ചു പോയാൽ വെറും ശൂന്യമാണ്, ആത്മാവൊന്നുമില്ല, ആത്മാവില്ല, ബ്രഹ്മാവില്ല. എൻ്റെ മൃതശരീരം മെഡിക്കൽ കോളേജിന് കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ ഭാര്യയും മക്കളും എതിർത്താൽ കൊടുക്കാൻ പറ്റത്തില്ല, പക്ഷെ ഞാൻ ശക്തമായി അവരോട് പറയും മെഡിക്കൽ കോളേജിന് കൊടുക്കണം. അത് കൊടുക്കുക തന്നെ ചെയ്യും. ഈ ശരീരത്തിനകത്ത് എന്താ സാധനമുള്ളത്? ഒന്നുമില്ല. ചത്തു കഴിഞ്ഞാൽ ഒന്നുമില്ല, നശ്വരം. ആ നശ്വരമായ ശരീരം ഇപ്പൊ ഈ വെള്ളത്തിനകത്ത് ചാടുന്നത് കാണാം. വാ ക്യാമറമാൻ. വെള്ളത്തിനകത്ത് ഞാൻ ഇങ്ങോട്ട് ഒരാള് ബോധം കെട്ടി വീഴുന്ന എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. റിഫ്ലക്സ് ആക്കി ഇതാണ് ഇങ്ങനെ. പുറന്നു കേട്ടോ, ഈ വെള്ളത്തിനകത്ത് അടിച്ച് പുറന്നു. എന്നാൽ തറയെ വീണ ഇതുപോലെ പുറം നന്നായിട്ട് വേദനിച്ചു. ഒരാള് പിന്നെ ബോധം കെട്ട് വീഴുന്ന ഇങ്ങനെ വെള്ളത്തിലല്ലെങ്കിൽ ഇത് മാത്രം ആഘാതം ഉണ്ടാകും. അങ്ങനെയാണ് കാര്യം. അന്നേരം ചില കാര്യങ്ങൾ പറഞ്ഞോട്ടെ. അമിതമായി ആഗ്രഹിക്കാതെ മിതമായി ആഗ്രഹിച്ച് നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങ് ജീവിച്ചാൽ കുഴപ്പമില്ല. വലിയ ധനമൊന്നും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ല. ഒത്തിരി ധനം സമ്പാദിച്ച ആരും ആ ധനം മൊത്തം അനുഭവിച്ച് മരിച്ചിട്ടുമില്ല. ധനമില്ലാത്തതുകൊണ്ട് ആരും സന്തോഷിക്കാതിരുന്നിട്ടുമില്ല. നിങ്ങൾ നാടോടികളെ കണ്ടില്ലേ? എന്തൊരു സന്തോഷമാരാണ് അവർ. ശരിക്കും ജീവിതം ആസ്വദിക്കുക. അന്നന്ന് കിട്ടുന്നത് വെച്ച് അനുഭവിച്ച് വളരെ സന്തുഷ്ടതയാണ്. അവർക്ക് രോഗമില്ല, അസന്തുഷ്ടിയില്ല, മറ്റു യാതൊന്നുമില്ല. കടക്കണിയുമില്ല, കടക്കണിയിൽ ആത്മഹത്യയില്ല. ഈ നാടോടികൾ ആരെങ്കിലും ആത്മഹത്യ ചെയ്തിട്ടുണ്ടോ? ചെയ്തില്ല. അവർക്ക് യാതൊരു പ്രശ്നമില്ല. അങ്ങനെ നാച്ചുറൽ മനുഷ്യനായി നമുക്ക് ജീവിക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം. അങ്ങനെ നാച്ചുറലായിട്ട് ജീവിക്കാൻ പറ്റിയ മനുഷ്യർ ഈ ലോകത്തുണ്ടാവട്ടെ. വലിയ അമിതമോഹമില്ലാതെ, അത്യാഗ്രഹമില്ലാതെ, അത്യാസക്തി ഇല്ലാതെ ജീവിക്കട്ടെ. സന്തോഷം. സവിനയം. അഡ്വക്കേറ്റ് KJ മണി.